നമസ്കാരം. തെക്കൻ ഇറാനിലെ മിനാബിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നുതള്ളിയ 160 കുരുന്നുകളുടെ ചോരയ്ക്ക് ഇറാൻ പകരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക ചതിയിലൂടെ കൊലപ്പെടുത്തിയ നിരപരാധികളായിട്ടുള്ള 87 നാവികരുടെ ചോരയ്ക്ക് ഇറാൻ പകരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ആയത്തുള്ള അലി ഖംനായി എന്ന ഇറാന്റെ സുപ്രീം ലീഡറായിരുന്ന ആ മനുഷ്യനെ വകവരുത്തിയ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇറാൻ അതിശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 7ാം ദിവസമാണ് യുദ്ധം തുടങ്ങിയിട്ടുന്നേക്ക്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ തിരിച്ചടികളാണ് ഈ കഴിഞ്ഞ രാത്രി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെയും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ തിരിച്ചടി. CNN ഉൾപ്പെടെയുള്ള ചാനലുകൾ അവർ ഇവിടെ കൃത്യമായി അതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇറാൻ മിലിറ്ററി ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രി ഇറാൻ നടത്തിയ ഇസ്രായേലിനകത്ത് നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇത്ര ഭീകരമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഭീകരമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇറാൻ വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആ പരാതി. അതായത് ഒരു ബോംബ് 8 മാറുന്നു, 8 ബോംബുകളായിട്ട് മാറുന്നു. 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഈ 8 ബോംബുകളായി മാറുന്ന ഈ സ്ഫോടക വസ്തുക്കൾക്ക് ആക്രമണം നടത്താൻ കഴിയുന്നു, വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇതൊരു യുദ്ധക്കുറ്റമാണ് എന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രി വ്യാപകമായി ഇവിടെ ഇറാൻ ഇസ്രായേലിനകത്ത് ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിരിക്കുന്നു. 100 കണക്കിന് ക്ലസ്റ്റർ ബോംബുകൾ. ടെല്ലവീവിനെ കിടുകിട വിറപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമായത്, ഒരു പിടി ചാരമായി മാറിയത്. അതുപോലെ തന്നെ ജെറുസലേമിനകത്തേക്ക് വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, CNN ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഇറാൻ മിലിറ്ററിയുടെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ അവരുടെ ടെലിഗ്രാം ചാനലും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സമൂഹ മാധ്യമ പേജുകളിലും അക്കൗണ്ടുകളിലും ഒക്കെ ഒരു പരിശോധന നടത്തിയാൽ ഇതിന്റെയൊക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കാണാൻ കഴിയും. അതിഭീകരമായ തിരിച്ചടിയാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ ബെൻഗുറിയോൺ എയർപോർട്ടിന് നേരെയാണ് ഇറാൻ തുടങ്ങി വെച്ചത്. 2 ടൺ കിലോഗ്രാം തൂക്കമുള്ള 2 ടൺ ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിച്ച ഖൊറാം ഷഹർ എന്നു പേരുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ. 2000 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. 2 ടണ്ണാണ് വാർഹെഡിന്റെ ഭാരം. അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ബെൻഗുറിയോൺ എയർപോർട്ടിന് നേരെ, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തോടു കൂടിയാണ് തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളൊക്കെ ചെറിയ ചെറിയ ആക്രമണങ്ങളായിരുന്നു. ബെൻഗുറിയോൺ എയർപോർട്ടിൽ തന്നെ ഈ മിസൈൽ ചെന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ ചില മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ടെല്ലവീവിലേക്ക് വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചത്, വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചത്, ജെറുസലേമിലേക്ക് ബോംബുകൾ വർഷിച്ചത്. അതെല്ലാം ബെൻഗുറിയോൺ ആയിരുന്നു തുടക്കം. അതിനുശേഷം ഇവിടെ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ, വാർഷിപ്പിന് നേരെ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഹോർമുസ് കടലിടുക്കിൽ മറ്റു കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ. ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഈ കപ്പൽ 1000 കിലോമീറ്ററോളം പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വാർത്തയാണ് ഇന്ന് ഇവിടെ പ്രധാനപ്പെട്ട ചില ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. CNN ഉൾപ്പെടെ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. ഈ അബ്രഹാം ലിങ്കൺ കപ്പൽ അവർ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പറഞ്ഞത്, വേണ്ടി വന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴി മറ്റ് ചരക്ക് കപ്പലുകൾക്ക് പോകുന്നതിന് വേണ്ട സംവിധാനമൊരുക്കും, അവർക്ക് അകമ്പടി സേവിക്കും, അവർക്ക് സുരക്ഷ കൊടുക്കും എന്നൊക്കെ അമേരിക്ക തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ
അമേരിക്ക അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. പൂർണ്ണമായും അമേരിക്ക പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കുവൈത്തിലെ അമേരിക്കൻ ബേസിന് നേരെ അതിശക്തമായ ഒരു അറ്റാക്ക് ഉണ്ടായി. അതിന്റെയും ദൃശ്യങ്ങളടക്കം ഇവിടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനകത്തും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. 500-ലധികം ബോംബുകൾ ഇന്നലെ വർഷിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊന്നും ഇറാന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ ബാധിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ഖേദിക്കേണ്ടി വരും എന്ന് ഇറാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് യുദ്ധം നിർത്താം, ചർച്ചയ്ക്ക് തയ്യാറാകാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിന് നിൽക്കക്കള്ളിയില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തുക ഇതിനോടകം ചെലവായി കഴിഞ്ഞു. യുദ്ധവുമായി മുന്നോട്ട് പോയാൽ കുത്തുവാള എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം അമേരിക്കക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇങ്ങോട്ട് കയറി പറയുകയാണ്. ഇറാൻ പറഞ്ഞു യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോൾ ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, തൽക്കാലം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞതാണ് യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ് എന്ന കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന്. എന്തായാലും ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, യുദ്ധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം, നീണ്ട യുദ്ധം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കരയുദ്ധത്തിന് ഇറങ്ങ്, കാണിച്ചു തരാം, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക പാതി വഴിക്ക് മുങ്ങും എന്ന കാര്യം ഒരു തർക്കവുമില്ല. അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഇറാനിൽ കൊണ്ടുചെന്ന് ബോംബുകൾ വർഷിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇറാനെ ഇതൊന്നും കാര്യമായി ബാധിക്കുന്നില്ല. ഇറാന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇറാന്റെ നാവിക ശേഷിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഒരുപാട് കപ്പലുകളുടെ കണക്കൊക്കെ ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രീലങ്കൻ തീരത്തെ കപ്പലിനെ തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്രംപ് പറയുന്ന മറ്റ് അവകാശവാദങ്ങളൊന്നും ഇവിടെ ഒരു മാധ്യമങ്ങളും കണ്ടിട്ടുമില്ല, അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവിട്ടിട്ടുമില്ല. എന്തായാലും ഇറാൻ ഇന്നലെ നടത്തിയ നീക്കം ഒരിക്കലും അമേരിക്ക മറക്കില്ല, ഇസ്രായേൽ മറക്കില്ല. അതിശക്തമായ നീക്കമായിരുന്നു. ഇറാന്റെ തനി നിറം കണ്ട രാത്രിയായിരുന്നു ഇന്നലെ. ഇതുവരെ ഇത്ര ഭീകരമായിട്ടുള്ള ഒരു മുഖം അമേരിക്കയും ഇസ്രായേലും കണ്ടു കാണാനുള്ള സാധ്യതയില്ല. അത്ര ശക്തമായ തിരിച്ചടി അമേരിക്കക്കും ഇസ്രായേലിനും ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ജനം TV മാത്രം കാണരുത്, അല്ലെങ്കിൽ നമ്മുടെ മലയാളം മാധ്യമങ്ങൾ ആ ചാനലുകൾ മാത്രം കണ്ടതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ CNN, അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, അൽ ജസീറ തുടങ്ങിയ ചാനലുകൾ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ BBC, ഇത്തരത്തിലുള്ള ചാനലുകൾ ഒന്ന് പരിശോധിക്കുക. അതിൽ കാണുന്ന ദൃശ്യങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളും എന്താണ് എന്നൊന്ന് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തെത്തുക. എന്തായാലും അത്തരത്തിലുള്ള ചാനലുകളിൽ കൊടുക്കുന്ന ദൃശ്യങ്ങൾ എടുത്ത് കൊടുക്കാൻ ചില പരിമിതികളുണ്ട്, കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. എന്തായാലും ആ ചാനലുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. അല്ലാതെ ഈ വാർത്ത നേരിട്ട് ഇറാനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒന്നും പോയിട്ടെടുക്കുന്ന വാർത്തകളല്ല. ഇവിടെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ്. അത് കിട്ടുന്ന വിവരങ്ങൾ മലയാളത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു എന്നതിലപ്പുറം മറ്റു വഴികളൊന്നും വാർത്തകൾ കിട്ടാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ജനം TV മാത്രം കാണാതെ മറ്റു ചാനലുകൾ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്.